2500 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു ദൈവിക പ്രവചനം ഇപ്പോൾ നിവൃത്തിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എന്താണ് ഇംപോസിബിൾ, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പാകെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണോ? ബൈബിൾ വീണ്ടും ദൈവത്തിൻ്റെ സത്യമായിട്ടുള്ള വചനമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. ഹലോ, ഐ എം ജോർജ് മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. നിങ്ങൾ ഡെഡ് സീ അല്ലെങ്കിൽ ചാവുകടലിനെ പറ്റി കേട്ട് കാണും. ഈ ചാവുകടൽ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളത്തിൻ്റെ ഒരു വലിയൊരു കടൽ, യോർദാൻ നദിയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ആ കടൽ. ചാവുകടലിനെ പറ്റി ബൈബിളിൽ 16 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് മിക്കപ്പോഴും യഹൂദരുടെ വാഗ്ദത്ത ദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിർത്തിയുമായിട്ടൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ ചാവുകടലിന് ബൈബിളിൽ പല പേരുകളുണ്ട്. ചാവുകടലിനെ വിളിക്കുന്നത് ഉപ്പുകടൽ, പിന്നെ അരാബക്കടൽ, പിന്നെ കിഴക്കിലെ കടൽ. ഇതിനെ ഉപ്പുവെള്ളത്തിൻ്റെ കടൽ അല്ലെങ്കിൽ ഉപ്പുകടൽ എന്ന് വിളിക്കാനായിട്ടുള്ള കാര്യം, ഭയങ്കരമായിട്ടുള്ള ഉപ്പിൻ്റെ അംശം അവിടുത്തെ വെള്ളത്തിലുണ്ട്. പിന്നെ അരാബക്കടൽ എന്ന് വിളിക്കാനുള്ള കാര്യം, അരാബ താഴ്വരയുടെ ആ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. എബ്രായ ഭാഷയിൽ അരാബ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ലാൻഡ്, തരിശ് ഭൂമി, ബാരൻ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഉണങ്ങി വരണ്ട പ്രദേശം എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ കിഴക്കിലെ കടൽ എന്ന് വിളിക്കാനുള്ള കാര്യം, ഇസ്രയേൽ ദേശത്തിൻ്റെ കിഴക്കേ അറ്റത്തിൻ്റെ ആ ഭാഗത്താണ് ഈ ചാവുകടലിൻ്റെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ചാവുകടൽ യെരുശലേമിൽ നിന്ന് 25 കിലോമീറ്റർ കിഴക്കോട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അത് വളരെ നീണ്ട എന്നാൽ തന്നെ വളരെ ഇടുങ്ങിയ ഒരു കടലാണ്. ബൈബിളിലെ കാലത്ത് അതിൻ്റെ നീളം, അതായത് വടക്ക് തൊട്ട് തെക്ക് വരെ എടുക്കുകയാണെങ്കിൽ 80 കിലോമീറ്ററോളം നീളമുണ്ടായിരുന്നു. വീതിയോ 18 കിലോമീറ്റർ വീതി. ഈ ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത് യോർദാൻ താഴ്വരയുടെ ആ ഗ്രേറ്റ് ട്രഫിലാണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിഫ്റ്റ് വാലി. അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും നീളമുള്ളതും ആഴമേറിയായിട്ടുള്ള വിള്ളൽ. സമുദ്രത്തിൻ്റെ ആ ലെവലിൽ നിന്ന് 1300 അടി താഴെയാണ് ഈ ചാവുകടലിൻ്റെ ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായിട്ടുള്ള രീതിയിലാണ് ഈ ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത്. ബിബ്ലിക്കൽ ആർക്കിയോളജിസ്റ്റുകളൊക്കെ അവരുടെ അഭിപ്രായം അനുസരിച്ച് ഈ സോദോം ഗൊമോറ, നമ്മൾ ഉൽപ്പത്തി 18, 19 അധ്യായങ്ങൾ കാണുന്ന ആ സോദോം ഗൊമോറയുടെയൊക്കെ നാശം സംഭവിച്ചിരിക്കുന്നത് ഈ ചാവുകടലിൻ്റെ പ്രദേശത്തായിരിക്കാമെന്ന്. ചിലർ ഈവൻ കരുതുന്നത് സോദോമും ഗൊമോറ എന്ന് പറയുന്ന പട്ടണങ്ങൾ ഈ ചാവുകടൽ സ്ഥിതി ചെയ്തതിൻ്റെ അടിയിൽ ഉണ്ടായേക്കാമെന്ന്. ഈ ചാവുകടലിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും യോർദാൻ നദിയാണ്. പിന്നെ ചില ചെറിയ തോടുകളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചാവുകടലിന് ഒരു ദിവസം തന്നെ ഏകദേശം 6 മുതൽ 7 മില്യൺ ടൺ വെള്ളമാണ് അതിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ അതിൽ നിന്ന് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള വേറെ വഴിയുമില്ല. ഇവാപ്രേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം മാത്രമേ ഉള്ളൂ അവിടുന്ന് വെള്ളം പോകാനായിട്ടുള്ള ഏക മാർഗം. അവിടുത്തെ ആ വലിയ ചൂടും ആ വരണ്ട സാഹചര്യവും എല്ലാം കണക്കിലെടുക്കുമ്പോൾ അവിടെ ഭയങ്കര ഹൈ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ, ഭയങ്കര ഉയർന്ന അളവിലുള്ള ബാഷ്പീകരണവും നടക്കുന്നുണ്ട്. ഈ ചാവുകടലിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൽ ഭയങ്കര ഉയർന്ന ഉപ്പിൻ്റെ അംശമുണ്ട്. അതായത് ഈ ലോകത്തിൽ ഏറ്റവും ഉയർന്ന ഉപ്പിൻ്റെ അംശമുള്ള വെള്ളമാണ് ചാവുകടലിൽ. സാധാരണ സമുദ്രത്തെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് 5 ഇരട്ടിയിൽ കൂടുതൽ ഉപ്പിൻ്റെ അളവാണ് ഈ ചാവുകടലിലുള്ളത്. ഇത്രയും ഉയർന്ന ഉപ്പിൻ്റെ അളവുള്ളത് കൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഈ കടലിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കൊന്നും ആ വെള്ളത്തിൽ, അതായത് ചാവുകടലിലെ വെള്ളത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ ബൈബിൾ എന്താണ് ചാവുകടലിനെ പറ്റി പ്രവചിച്ചിരിക്കുന്നത്? യെഹെസ്കേൽ പ്രവാചകൻ ഒരു സമയം കണ്ടിരുന്നു ഭാവിയിൽ ചാവുകടലിലെ ഇത്രമാത്രം ടോക്സിക് ആയിട്ടുള്ള വെള്ളം, അതായത് ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്ത ആ സാഹചര്യമുള്ള വെള്ളം രൂപാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ജീവൻ്റെ നദിയായിട്ടുള്ള രീതിയിൽ അത് മാറുമെന്ന്. യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം 47 അധ്യായം 8 മുതൽ 12 വരെ വായിക്കുന്നത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. കഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാവും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതിൻ്റെ കരയിൽ എൻ ഗേദി മുതൽ എൻ എഗ്ലയും വരെ മീൻപിടിക്കാർ നിന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. എന്നാൽ അതിൻ്റെ ചേറ്റുകണ്ടങ്ങളും കഴുനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പ് പഠനയ്ക്കായി വിട്ടേക്കും. നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല.
അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. ബൈ ദ വേ, എസ്കേൽ പ്രവചന പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മൾക്കൊരു ബൈബിൾ സ്റ്റഡി ഇതേ ചാനലിലുണ്ട്. ആ സ്റ്റഡി സീരീസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ യഹസ്കേൽ ഒരു ആത്മീകമായിട്ടുള്ള ഒരു ഉണർവോ അല്ലെങ്കിൽ ഒരു ആത്മീകമായിട്ടുള്ള ഒരു പിക്ചറാണോ ഇപ്പോൾ ആ പ്രവചനം പറഞ്ഞതിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്? അതോ ഇങ്ങനെ ഒരു അത്ഭുതം യഥാർത്ഥത്തിൽ സംഭവിക്കുമോ? ഇന്ന് അതിൻ്റെ ആ ഉത്തരം നമ്മൾ കണ്ടു തുടങ്ങി വരികയാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ ആ ചാവുകടലിൻ്റെ കടലോരത്ത് സംഭവിച്ചു വരികയാണ്. അത് ശാസ്ത്രജ്ഞന്മാർ, ഫോട്ടോഗ്രാഫേഴ്സ്, പിന്നെ ബൈബിൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇവർക്കെല്ലാവർക്കും വലിയ അതിശയിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ ഡെവലപ്പായി വരുന്നത്. അത് തുടങ്ങിയത് ആ ദേശത്തിൻ്റെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു രൂപാന്തരത്തിൽ നിന്ന്. അവിടുത്തെ ആ വെള്ളം പെട്ടെന്ന് ഉണങ്ങിപ്പോകുവാൻ തുടങ്ങി. ആ ചാവുകടലിലെ വെള്ളങ്ങൾ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വന്നപ്പോൾ വളരെ അസാധാരണമായിട്ടുള്ള ഭൂഗർത്തങ്ങൾ ആ പ്രദേശത്ത് കണ്ടു തുടങ്ങി. ഇപ്രകാരമുള്ള ഭൂഗർത്തങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള കാര്യം അടിയിലെ ഉപ്പിൻ്റെ ലെയറുകൾ അലിഞ്ഞുപോയി കൊളാപ്സ് ചെയ്ത്, അതായത് ഇടിഞ്ഞു വീണ് വലിയ വലിയ അപകടകരമായിട്ടുള്ള ഗ്യാപ്പുകൾ ആ ഭൂമിയുടെ അടിയിൽ ഉണ്ടാകാൻ തുടങ്ങി. ആദ്യമൊക്കെ ശാസ്ത്രജ്ഞന്മാർ സേഫ്റ്റി കൺസേൺസ്, സുരക്ഷയുടെ കൺസേൺ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം പഠിക്കാൻ തുടങ്ങി. പക്ഷേ അവർ കണ്ടുപിടിച്ചത് അവർക്ക് ഉത്തരമില്ലാത്ത വിധത്തിലുള്ളൊരു കാര്യത്തിലേക്കാണ് ചെന്ന് എത്തിച്ചത്. അവിടെ അവർ കണ്ടത് ശുദ്ധജല കുളങ്ങളും ജീവജാലങ്ങളും. ഒരു രീതിയിലും അവിടുത്തെ ആ വെള്ളത്തിൽ ജീവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ശുദ്ധജല കുളങ്ങളും അതിനകത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളെയും അവർ കണ്ടെത്തി. അതും ഈവൻ റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യം, മത്സ്യങ്ങൾ, സസ്യങ്ങൾ, ചെറിയ ഞണ്ടുകൾ, ഇവയൊക്കെയും അവിടുത്തെ വെള്ളങ്ങളിൽ കാണാൻ തുടങ്ങി. ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ആ ചാവുകടലിലെ ഭയങ്കര ഉയർന്ന ഉപ്പിൻ്റെ അളവ് തന്നെ ഏതൊരു വിധത്തിലുമുള്ള ജീവജാലങ്ങൾ അതിനകത്ത് വളരുന്നതിനെ തടഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ട് ഇപ്പോൾ ശുദ്ധജല കുളങ്ങളും അതിനകത്ത് ജീവനും, പിന്നെ ഇത്രയും അധികം ഉപ്പിൻ്റെ ഒരു അംശം അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് തൊട്ടിപ്പുറത്ത് അപ്രകാരമുള്ള ആ ജീവജാലങ്ങൾ അതിൽ വളരുന്നതായി കണ്ടത്. ഒരു ഇസ്രയേലി ഫോട്ടോഗ്രാഫർ നോയാം ബെഡേൻ ഈ സീൻസിനെയൊക്കെ വളരെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ ശുദ്ധജല കുളങ്ങളിലെ ഈ ജീവജാലങ്ങളെയൊക്കെ കണ്ടിട്ട് താൻ തന്നെ പറഞ്ഞു, ഇത് അത്ഭുതം തന്നെയാണ്. താൻ പറഞ്ഞത് ഇത് പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമാണ്. ദൈവത്തിൻ്റെ വചനം, തിരുവഴുത്തിലെ വാക്കുകൾ സത്യമാണെന്ന് പ്രകൃതി തന്നെ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് താൻ പറയുകയുണ്ടായി. എസ്കേൽ പ്രവാചകൻ ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ആ പ്രവചനം, അതിൽ ഭൂമിശാസ്ത്രത്തിലെ, അതായത് ജോഗ്രഫിയിലെ ഒരു മാറ്റമൊന്നും മാത്രമല്ല താൻ അന്ന് പ്രവചിച്ച് പറഞ്ഞത്. അത് റിഡംഷൻ്റെ, വീണ്ടെടുപ്പിൻ്റെ ഒരു വലിയ ഒരു പ്രവചനമാണ്. അതായത് ഈ ലോകത്തിലെ ഒരിക്കലും ജീവൻ ഉണ്ടാവില്ല എന്ന് പറയുന്ന പ്രദേശങ്ങളിലോട്ട് ദൈവത്തിൻ്റെ ജീവൻ കൊടുക്കുന്ന ശക്തി ഒഴുകിയെത്തും. ചാവുകടൽ എന്ന് പറയുന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് ജീവനില്ലായ്മയെ ഓർപ്പിക്കുന്ന ഒരു പേരാണ്. നൂറ്റാണ്ടുകളായിട്ടുള്ള രീതിയിൽ ചാവുകടൽ മരണത്തെയും ന്യായവിധിയെയും പിന്നെ തരിശായി കിടക്കുന്ന സ്ഥലത്തെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, സോദോം ഗൊമോറയെ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അതുമായിട്ടുള്ള കണക്ഷൻ കൊണ്ടും, കാരണം പ്രത്യേകിച്ച് ആ പട്ടണങ്ങളിൽ പാർത്തിരുന്നവരുടെ മേൽ ദൈവം അയച്ച ന്യായവിധി, അതുകൊണ്ട് തന്നെ ആ സോദോം ഗൊമോറ എന്ന് പറയുന്ന ആ പേര്, അപ്പോൾ അതുമായിട്ടുള്ള കണക്ഷനും കൂടി ചാവുകടലിൽ ഉള്ളതുകൊണ്ട് യാതൊരു വിധത്തിലും അവിടെ ജീവൻ ഉണ്ടാവില്ല എന്ന് എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ എസ്കേലിൻ്റെ പ്രവചനം വളരെ റാഡിക്കലായിട്ടുള്ളൊരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്, ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ട തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോലും ദൈവത്തിൻ്റെ ആ ജീവനെ ഒഴുക്കിവിടാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പ്രവചനത്തിൻ്റെ, അതായത് എസ്കേലിൽ നമ്മൾ കാണുന്ന ആ പ്രവചനത്തിൻ്റെ മുഴുവനുമായിട്ടുള്ള നിവൃത്തീകരണം സംഭവിക്കുന്നത് യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്താണ്, അതായത് മില്ലേനിയം പീരീഡിലാണ്. കാരണം എസ്കേൽ 40 മുതൽ 48 അധ്യായം വരെ ആ ഒരു കാലയളവിലെ നോക്കിക്കൊണ്ടുള്ള പ്രവചനമാണ്. അപ്പോൾ ദൈവത്തിന് ജീവനില്ലാത്ത ഒരു കടലിനെ ജീവൻ കൊണ്ട് നിറയ്ക്കാമെങ്കിൽ ദൈവത്തിന് അങ്ങനെ പോലത്തെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലും നടത്തുവാൻ ശക്തിയുണ്ട്. യേശു തന്നെ പറഞ്ഞു, യോഹന്നാൻ 7:38, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. യേശു ഇല്ല എങ്കിൽ നിങ്ങളും ചാവുകടലിനെ പോലെയാണ്, ഉണങ്ങി വരണ്ട, ഉള്ളിൽ ഒന്നുമില്ലാതെ ആത്മീകമായി മരിച്ച അവസ്ഥയിലാണ്. പക്ഷേ നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശുവിന് നമ്മളെ ആത്മീകമായി ജീവിപ്പിക്കാൻ സാധിക്കും.
യേശു സത്യവും വഴിയും മാത്രവുമല്ല, യേശു മാത്രമാണ് ജീവൻ. ആൻഡ് യേശുവിന് മാത്രമേ നമുക്ക് നിത്യജീവൻ, ആത്മീക ജീവൻ നൽകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ ആത്മീകമായി മരിച്ചിരിക്കുകയാണോ അതോ ആത്മീകമായി ഉണർന്നിരിക്കുകയാണോ? ആത്മീക ജീവൻ നിങ്ങൾക്കുണ്ടോ? എങ്ങനെയാണ് അത് ഉറപ്പിക്കേണ്ടത്? എന്ത് ചെയ്യണം രക്ഷിക്കപ്പെടുവാൻ? നിങ്ങളെ സഹായിക്കുവാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ചില സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ സീ യു ദെയർ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.